കിഫ്ബിയുടെ വലിയ നേട്ടം സംസ്ഥാന സർക്കാർ എണ്ണി പറയുന്നു, മന്ത്രിമാർ എണ്ണി പറയുന്നു. അതേസമയം വളരെ വിമർശനാത്മകമാണ് കേന്ദ്ര സർക്കാർ സമീപിക്കുന്നത് എന്ന് നമുക്കറിയാം. കേരളത്തിലെ പ്രതിപക്ഷം രൂക്ഷമായ വിമർശനം കിഫ്ബിയുമായി അതിൻ്റെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. അതേസമയം വികസനം സാധ്യമാകുന്നില്ലേ എന്ന മറുചോദ്യവും പ്രതിരോധവുമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മറ്റു വാർത്തയിലേക്ക്. കോട്ടയം എരുമേലിയിൽ വീടിന് തീപിടിച്ച് ഗൃഹനാഥ വെന്തു മരിച്ചു. എരുമേലി കനകപ്പാലം സ്വദേശിനി സീതമ്മയാണ് മരിച്ചത്. ഭർത്താവിനെയും മകളെയും ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഷിനോ ജസ്റ്റ് ചേർന്നുണ്ട്. ഷിനോജ്, എങ്ങനെയാണ് ഈ വീടിന് തീപിടിച്ചത്? എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ രണ്ടുപേർ ഭർത്താവിനെയും മകളെയും ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ഒരു സ്ഥിതി എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് ഉച്ചയോടുകൂടിയാണ്, ഏകദേശം 1 മണിയോടെ എടുക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. എരുമേലി കനകപ്പാലം ശ്രീനിപുരം കോളനിക്ക് സമീപം പുത്തൻപുരക്കൽ വീട്ടിലാണ് സീതമ്മയാണ് മരിച്ചത്. 50 വയസ്സാണ് പ്രായം. എന്താണ് ഇത്തരത്തിൽ തീപിടുത്തം നടന്നതെന്ന് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. എങ്കിലും നാട്ടുകാർ നൽകുന്ന ഒരു പ്രാഥമികമായ വിവരമനുസരിച്ച് ഇന്ന് രാവിലെ ഒരു യുവാവ് സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലെത്തി മകൾ അഞ്ജലിയെ വിവാഹം കഴിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കിയതായി പറയപ്പെടുന്നു. ഇവർ പോയതിന് പിന്നാലെയാണ് ഈ വീട്ടിൽ നിന്ന് തീ ഉയരുന്ന പടരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മറ്റാരെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ആരെങ്കിലും ആത്മഹത്യ ശ്രമം നടത്തിയതാണോ എന്നും പോലീസിന് നിലവിൽ സംശയമുണ്ട്. എന്തായാലും 3 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതായത് ഭർത്താവ് സത്യപാലൻ, മകൾ അഞ്ജലി, മകൻ ഉണ്ണിക്കുട്ടൻ, ഈ 3 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ സത്യപാലന്റെയും അഞ്ജലിയുടെയും നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്.